ഹലോ വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻറ്റിന ബേസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs ആണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എന്ന 7th മൊഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ് ആൻറ്റിന. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇക്വലന്റ് സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ആൻറ്റിന. ഒരു ആൻറ്റിനയെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്ററും റെസിസ്റ്ററും ഇൻഡക്ടറും ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ പറയുന്ന RLC എന്ന് പറയുന്ന സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, അത് റെസിസ്റ്റർ സീരീസും കപ്പാസിറ്ററും ഇൻഡക്ടറും പാരലായിട്ട് അങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുക ആൻറ്റിനെ? അതോ ആൻറ്റിനെ പാരലൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്ററിൻ്റെ കൂടെ കപ്പാസിറ്റർ ഇൻഡക്ടറും സീരീസ് ആയിട്ടുള്ള രീതിയിലാണോ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട. ആൻറ്റിനയിലെ സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ആൻറ്റിന ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ സീരീസ് RLC ഇക്വലന്റ് സർക്യൂട്ട്. ആൻറ്റിന എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ എന്തിനാണ്, ഇംപീഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അതൊരു ട്രാൻസ്ഡ്യൂസർ ആയിട്ട് അത് ആക്ട് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് maximum power density in the desired direction to the average power radiated from the antenna is called. അതായത് maximum power density in desired direction to average power radiated from, ഒരു ആൻറ്റിന എത്രത്തോളം ആവറേജ് പവർ റേഡിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അത് ഡിസൈഡ് ഡയറക്ഷനിൽ എത്രത്തോളം മാക്സിമം പവർ ഡെൻസിറ്റി പോകുന്നു എന്നുള്ളതിനെ വെച്ചിട്ടുള്ള റേഷ്യോനെ പറയുന്ന പേരെന്താണ്? ഡയറക്റ്റിവിറ്റി അല്ലേ. ഡയറക്ഷൻ ചെയ്യാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക്, അത് എന്ത് ചെയ്യണം, കൃത്യമായി ഡിസൈഡ് ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. ആ ഒരു റേഷ്യോ ആണ് എന്ത്, ഡയറക്റ്റിവിറ്റി, which is a ratio of maximum power density in desired direction to the average power radiated from the antenna. അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ടു ദ ആക്ച്വൽ പവർ ഇൻപുട്ട് ടു ദ ആന്റിനയാണ് പവർ ഗെയിൻ. പവർ ഗെയിൻ എങ്ങനെയാണ് നമ്മൾ പറയുക? പവർ ഗെയിനിനെ ദ റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ടു ആക്ച്വൽ എത്രത്തോളം ഒരു ഇൻപുട്ട് ആന്റിനയിലേക്ക് പോകുന്നുണ്ട്, അത് ആ ഇൻപുട്ട് അനുസരിച്ചാണല്ലോ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എത്രത്തോളം പവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് പറയുക, പവർ ഗെയിൻ എന്ന് പറയുക. പവർ ഗെയിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ വരിക, പവർ റേഡിയേറ്റഡ് ആണ് ഔട്ട്പുട്ടിൽ വരിക അല്ലേ. ഇവിടെ പവർ ഡെൻസിറ്റി ആണ്, മാക്സിമം പവർ ഡെൻസിറ്റി ഇൻ ഡിസൈഡ് ഡയറക്ഷൻ ആണ് എന്ത് വരിക, ഡയറക്റ്റിവിറ്റിയിൽ വരിക. ഇനി ഡയറക്റ്റ് ഗെയിൻ പറഞ്ഞ എന്താ? ഡയറക്റ്റ് ഗെയിൻ ഇസ് എ റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ഇൻ ഡിസൈഡ് ഡയറക്ഷൻ ടു ദ ആവറേജ് പവർ റേഡിയേറ്റഡ് ഫ്രം ദ ആന്റിന. ഒരു ആന്റിനയിൽ നിന്നുള്ള ആവറേജ് പവർ റേഡിയേറ്റഡ് എത്രയാണോ അതുപോലെ ഡയറക്റ്റ് റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ഇൻ ഡിസൈഡ് ഡയറക്ഷൻ, എത്രത്തോളം ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ആ ഡയറക്ഷനിലേക്ക് എത്രത്തോളം പവർ റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോ എന്തെന്ന് വരാം, അതാണ് ഡയറക്റ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഡയറക്റ്റ് ഗെയിൻ ആണ് എന്തെന്ന് പറയാ, ഡയറക്റ്റിവിറ്റി. അപ്പോൾ ഡയറക്റ്റിവിറ്റിയും ഡയറക്റ്റ് ഗെയിൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡയറക്റ്റ് ഗെയിൻ ആണ് ഡയറക്റ്റിവിറ്റി. ഇനി പാർഷ്യൽ ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് റേഡിയേഷൻ ഇന്റൻസിറ്റി ആണ്. ഇനി പെർട്ടിക്കുലർ പോളറൈസേഷൻ ടു റേഡിയേഷൻ ഇന്റൻസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, പാർഷ്യൽ ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പെർട്ടിക്കുലർ പോളറൈസേഷൻ കൂടെ കൺസിഡർ ചെയ്യണം, അതാണ് പാർഷ്യൽ ഡയറക്റ്റിവിറ്റി. അപ്പോൾ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ സെപ്പറേറ്റഡ് ഒന്ന് പഠിച്ചു വയ്ക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, how the directivity and effective aperture related to each other, inversely proportional, directly proportional, independent proportionality depends on input power. അപ്പോൾ ഡയറക്റ്റിവിറ്റിയും എഫക്റ്റീവ് അപ്പർച്ചറും എങ്ങനെ റിലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് ഡയറക്റ്റിവിറ്റി D എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് അപ്പർച്ചർ ആന്റിന. അത് ഇങ്ങനെയാണ് എഫക്റ്റീവ് അപ്പർച്ചർ ആന്റിന എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് D into lambda square divided by 4 pi എന്നുള്ള രീതിക്ക് അല്ലേ. ഇതിൽ D ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിവിറ്റി. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ഡയറക്റ്റിവിറ്റി ഓഫ് ആന്റിന ഇൻക്രീസസ് ദ കവറേജ് ഏരിയ എങ്ങനെയായിരിക്കും? നമ്മൾ ഒരു ആന്റിനയുടെ ഡയറക്റ്റിവിറ്റി ഒത്തിരി കൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അവിടെ കവറേജ് ഏരിയയിൽ എന്താ സംഭവിക്കുക? എത്രത്തോളം ഡയറക്റ്റിവിറ്റി കൂട്ടണോ അപ്പോൾ അത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, കവറേജ് ഏരിയ അവിടെ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമേ അത് വരുള്ളൂ, അത് ഡിക്രീസ് ആവാണ് ചെയ്യാം. അപ്പോൾ ഇഫ് ഡയറക്റ്റിവിറ്റി ഇൻക്രീസസ് ബീം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഡിക്രീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കവറേജ് ഏരിയ ഓഫ് ബീം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ കവറേജ് ഏരിയ, ബീമിന്റെ കവറേജ് ഏരിയ കുറയുന്ന സമയത്ത് ആൻഡ് ടേക്സ് മോർ ടൈം ടു സ്കാൻ എ ടാർജറ്റ് ഫോർ എ ടാർജറ്റ് ഡിറ്റക്ഷൻ. ഒരു പെർട്ടിക്കുലർ ടാർജറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന്, അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടാർജറ്റിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യും, ഒത്തിരി നമുക്ക് ടൈം വേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റിവിറ്റി കൂടുന്ന സമയത്ത് ബീം ഏരിയ കുറയുന്നു, കവറേജ് ഏരിയ ഇങ്ങനെ കുറയുന്ന സമയത്ത് ഒരു ടാർജറ്റിനെ കണ്ടുപിടിക്കാൻ ഒത്തിരി ടൈം എടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റിവിറ്റി ഓഫ് യാഗിയുടെ ആന്റിന ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ്.
യാഗിയുടെ ആന്റിനയുടെ ഡയറക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ആഡിങ് റിഫ്ലക്റ്റേഴ്സ് ആണോ, ഡ്രിവൺ എലമെന്റ് ആണോ, ഡയറക്ടേഴ്സ് ആണോ, ബൂം ആണോ? ഒരു യാഗിയുടെ ആന്റിന എങ്ങനെയാണ്? നമ്മുടെ പഴയ കാലത്തൊക്കെയുള്ള TV ആന്റിനയാണ് യാഗിയുടെ ആന്റിന അല്ലെ. അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാ കാര്യങ്ങള്? ഒരു സ്റ്റാൻഡ് ഉണ്ടാവും ആന്റിനയുടെ. അതിന്റെ ഒരു സൈഡ്, അതിന്റെ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ഡ്രിവൺ എലമെന്റ് ഉണ്ടാവും. ഇതിന്റെ അപ്പുറത്ത് എന്തുണ്ടാവും? ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇത് ഡയറക്ടേഴ്സ് ആണ്, ഇത് റിഫ്ലക്ടർ ആണ്, ഇത് ഡ്രിവൺ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള എന്ത് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ഡയറക്ടിവിറ്റി ഓഫ് യാഗിയുടെ ആന്റിന കൂടാന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിലുള്ള മറ്റൊരു ടേം ആണ് ബൂം. ബൂം എന്ന് പറയുന്നത് ഇതൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടാണ് എന്ത്? ഇതാണ് എന്തെന്ന് പറയുന്നത്? ബൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് അതിലുള്ള ആ സ്ട്രക്ചറിലുള്ള പല പാർട്സ്. അപ്പൊ ഇതില് നമ്മൾക്ക് റിഫ്ലക്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ യാഗിയുടെ ആന്റിനയുടെ എന്ത് കൂടും? ഡയറക്ടിവിറ്റി കൂടും. So adding of directors lead to focus the beam in the forward direction. നമ്മൾ എത്രത്തോളം ഡയറക്ടേഴ്സ് ആഡ് ചെയ്യുന്നു അതെന്ത് ചെയ്യും? ബീമിനെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. So directors will increase the gain of the antenna. അപ്പോൾ gain of the antenna increase ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഡയറക്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. And folded dipole എന്ന് പറയുന്നത് which acts like a feed or driven element ആയിട്ട് ആക്ട് ചെയ്യും. folded dipole എന്ന് പറയുന്നത് റിഫ്ലക്റ്റേഴ്സ് എന്ത് ചെയ്യും? ആന്റിനയുടെ ഡയറക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും ബൈ റിഫ്ലക്റ്റിംഗ് ഓൾ എനർജി ടുവേർഡ്സ് റേഡിയേഷൻ ഡയറക്ഷൻ ഓഫ് ദ ആന്റിന. ആന്റിനയുടെ റേഡിയേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അവിടത്തേക്ക് കൂടുതൽ എനർജി റിഫ്ലക്ട് ചെയ്തിട്ട് ഡയറക്ടിവിറ്റി കൂട്ടുന്നത് ആരാണ്? റിഫ്ലക്റ്റേഴ്സ് ആണ്. ബൂം എന്ന് പറയുന്നത് സെന്റർ റോഡ് ഓൺ വിച്ച് എലമെന്റ്സ് ആർ മൗണ്ടഡ്. ഈ പറയുന്ന എലമെന്റ്സ് നമ്മൾ പറഞ്ഞ റിഫ്ലക്റ്റേഴ്സും ഡ്രിവൺ എലമെന്റും ഡയറക്ടേഴ്സ് ഒക്കെ മൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെന്റർ റോഡാണ് എന്ത്? ഈ റോഡാണ് എന്ത്? ബൂം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഡയറക്ടേഴ്സിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ആന്റിനയുടെ ഗെയിനേ കൂടുള്ളൂ. അതേപോലെ റിഫ്ലക്റ്റേഴ്സ് നമ്മൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഡയറക്ടിവിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഇതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡയറക്ടേഴ്സ് ആർ യൂസ് ടു ഇൻക്രീസ് ഡാഷ് ഓഫ് ദ യാഗിയുടെ ആന്റിന. യാഗിയുടെ ആന്റിനയുടെ ഡയറക്ടിവിറ്റി കൂട്ടാനാണോ, ഗെയിൻ കൂട്ടാനാണോ, ബാക്ക് ലോബ് ഇൻക്രീസ് ചെയ്യാനാണോ, റിഫ്ലക്ഷൻ എവേ ഫ്രം ദ ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണോ ഡയറക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയറക്ടേഴ്സ് യാഗിയുടെ ആന്റിനയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഗെയിന് കൂടും. റിഫ്ലക്ടേഴ്സ് വിൽ ഇൻക്രീസ് ഡയറക്ടിവിറ്റി ഓഫ് ആന്റിന അല്ലെ. റിഫ്ലക്ടേഴ്സ് എന്ത് ചെയ്യും? ആന്റിന ഡയറക്ടിവിറ്റി കൂടും ബൈ റിഫ്ലക്റ്റിംഗ് ഓൾ എനർജി ടുവേർഡ്സ് റേഡിയേഷൻ ഡയറക്ഷൻ ഓഫ് ദ ആന്റിന. ആന്റിന എങ്ങോട്ടേക്കാണോ റേഡിയേഷൻ ചെയ്യുന്നത് അവിടേക്കുള്ള റേഡിയേഷന്റെ ഡയറക്ഷൻ, ഒത്തിരി എനർജി അവിടേക്ക് കൊടുത്തിട്ട് അതെന്ത് ചെയ്യും? റിഫ്ലക്റ്റേഴ്സ് ആന്റിനയുടെ ഡയറക്ടിവിറ്റി കൂട്ടും. അതേപോലെ ഡയറക്ടേഴ്സ് നമ്മൾ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ബീം ഫോക്കസ് ചെയ്യുന്നത് ഒത്തിരി കൂടും ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. അങ്ങനെ എന്ത് ചെയ്യും? ആന്റിനയുടെ ഗെയിൻ കൂട്ടും. അപ്പൊ ഡയറക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ഗെയിൻ ഓഫ് ദ യാഗിയുടെ ആന്റിന. ഫോൾഡഡ് ഡൈപോൾ ആന്റിന ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ആന്റിന? ഫോൾഡഡ് ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ, ഏത് ആന്റിനയുടെ വിഭാഗത്തിൽ വരുന്നതാണ്? റിഫ്ലക്ടറിൽ വരുന്നതാണോ, അപ്പർച്ചറിൽ വരുന്നതാണോ, ലെൻസിൽ വരുന്നതാണോ, വയറിൽ വരുന്നതാണോ? അത് വയർ ആന്റിനയുടെ കാറ്റഗറിയിൽ പെടുന്നത് ഫോൾഡഡ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോൾഡഡ് ഡൈപോൾ ആന്റിന ബിലോങ്സ് ടു വയർ ആന്റിന. അതൊരു ഡൈപോൾ ആന്റിനയാണ് വിത്ത് 2 ends folded back and connected to each other form a loop. ഈ ഡൈപോൾ ആന്റിന രണ്ട് എൻഡിലേക്കായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോം. അതൊരു ലൂപ്പ് പോലെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിങ്ങനെ. ഓക്കെ, അപ്പോൾ വയർ ആന്റിനയിൽ പെടുന്ന ഫോൾഡഡ് ഡൈപോൾ ആന്റിന. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാരോ ബാൻഡ് ആന്റിന? നാരോ ബാൻഡ് ആന്റിന താഴെ തന്നിരിക്കുന്ന ഏതാ? റോംബിക് ആന്റിന, യാഗിയുടെ ആന്റിന, ലോഗ് പീരിയോഡിക് ആന്റിന, ഹോൺ ആന്റിന. യാഗിയുടെ ആന്റിന എന്ന് പറയുന്നത് നാരോ ബാൻഡ് ആന്റിനയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ റോംബിക്, ലോഗ് പീരിയോഡിക് ആൻഡ് ഹോൺ ഒക്കെ എന്തിൽ വരുന്നതാ? വൈഡ് ബാൻഡ് ആന്റിനയിൽ പെടുന്നതാണ്. അപ്പൊ നാരോ ബാൻഡിനുള്ള എക്സാമ്പിൾ ആണ് യാഗിയുടെ ആന്റിന. അതേപോലെ വൈഡ് ബാൻഡ് ആന്റിനാസിനുള്ള ഒരു എക്സാമ്പിൾസ് ആണ് റോംബിക് ആന്റിന, ലോഗ് പീരിയോഡിക് ആന്റിന, ഹോൺ ആന്റിന എന്നൊക്കെ പറയുന്നത്. മോർ നമ്പർ ഓഫ് ചാനൽസ് ഇസ് യൂസ്ഡ് ഇൻ ലോഗ് പീരിയോഡിക് ആന്റിന കമ്പയർഡ് ടു യാഗിയുടെ ആന്റിന ആൻഡ് TV റിസപ്ഷൻ. നമ്മൾ ലോഗ് പീരിയോഡിക് ആന്റിന കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒത്തിരി ചാനൽസ് അവിടെ വരുന്നത്, അതുകൊണ്ട് അത് വൈഡ് ബാൻഡ് ആയത്. പക്ഷെ യാഗിയുടെ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് യാഗിയുടെ TV റിസപ്ഷൻ ഒക്കെ അത്രയും നമുക്ക് ചാനൽസ് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അതെന്താ? നാരോ ബാൻഡ് ആന്റിനയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, യാഗിയുടെ ആന്റിനയാണ് എന്ത് വരുന്നത്? നാരോ ബാൻഡ് ആന്റിന ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോഗ് പീരിയോഡിക് ആന്റിന യൂസസ് വിച്ച് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്? നമുക്ക് ഒത്തിരി റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടല്ലേ, അതിൽ ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിലാണ് ലോഗ് പീരിയോഡിക് ആന്റിന ഉപയോഗിക്കുന്നത്? VHF ആൻഡ് UHF, VHF and SHF, MF and VHF, HF and VHF. VHF, UHF ആ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിലാണ് ലോഗ് പീരിയോഡിക് ആന്റിനാസ് സാധാരണ യൂസ് ചെയ്യുക.
അതായത് ലോഗ് പീരിയോഡിക് ആന്റിനാസ് യൂസ് ചെയ്യുന്ന റേഞ്ച് ഏതാണ്ട് 30 മെഗാഹെർട്സ് മുതൽ 3 ജിഗാഹെർട്സ് വരെയുള്ള റേഞ്ചിലാണ്. അത് VHF ആൻഡ് UHFന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി MF അഥവാ മീഡിയം ഫ്രീക്വൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 300 to 3000 കിലോ ഹെർട്സ് ആണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 to 30 മെഗാഹെർട്സ് ആണ്. VHF എന്ന് പറയുന്നത് വെരി ഹൈ ഫ്രീക്വൻസി 30 to 300 മെഗാഹെർട്സ് ആണ്. UHF എന്ന് പറയുന്നത് അൾട്രാ ഹൈ ഫ്രീക്വൻസി 300 മെഗാഹെർട്സ് ടു 3 ജിഗാഹെർട്സ്. സോ ഇവിടെ എന്താണ് VHF ആൻഡ് UHF റേഞ്ചിലാണ് ലോഗ് പീരിയോഡിക് ആന്റിന യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിന is mainly used for broadband signals? ബ്രോഡ്ബാൻഡ് സിഗ്നൽസിന് വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്ന ആന്റിന ഏതാണ്? മാർക്കോണി ആന്റിന, ഹോൺ ആന്റിന, വയർ ആന്റിന, യാഗിയോഡ് ആന്റിന. ബ്രോഡ്ബാൻഡ് സിഗ്നൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിന ഹോൺ ആന്റിനയാണ്. ഹോൺ ആന്റിന ഈസ് യൂസ് ഫോർ ബ്രോഡ്ബാൻഡ് സിഗ്നൽസ് കാരണം അതിന്റെ ഫ്ലേറ്റ് നേച്ചർ കാരണമാണ്. ഇത് used to properly match the waveguide to a large radiating aperture by shaping transition gradually. ഇത് വേവ് ഗൈഡിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് 300 മെഗാഹെർട്സ് ടു 30 ജിഗാഹെർട്സ് എന്നുള്ള റേഞ്ചിലാണ്. In which of the following bands the horn antenna operates? Horn antenna ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് റേഞ്ചിലാണ്? HF and VHF, UHF and LF, UHF and LF, UHF and SHF, LF and VHF. UHF ആൻഡ് SHF എന്നുള്ള റേഞ്ചിലാണ് ഹോൺ ആന്റിന യൂസ് ചെയ്യുന്നത്. ഹോൺ ആന്റിന എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് 300 മെഗാഹെർട്സ് ടു 30 ജിഗാഹെർട്സ്, വലിയ ഫ്രീക്വൻസി റേഞ്ച് അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് UHF ആൻഡ് SHF ഫ്രീക്വൻസി ബാൻഡിലാണ്. UHF എന്ന് പറയുന്ന സമയത്ത് അൾട്രാ ഹൈ ഫ്രീക്വൻസിയും SHF എന്ന് പറയുമ്പോൾ സൂപ്പർ ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു ബാൻഡിലാണ് അത് കിടക്കുന്നത്. HF ടു VHF എന്ന് പറയുമ്പോൾ 30 മെഗാഹെർട്സ് ടു 300 മെഗാഹെർട്സ് റേഞ്ച് ആണ്. LF ടു UHF എന്ന് പറയുമ്പോൾ 30 കിലോഹെർട്സ് ടു 3 ജിഗാഹെർട്സ് റേഞ്ച് ആണ്. LF ടു VHF എന്ന് പറയുന്നത് 30 കിലോഹെർട്സ് ടു 300 മെഗാഹെർട്സ് റേഞ്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഹോൺ ആന്റിന വിത്ത് ഇൻക്രീസ് ഇൻ അപ്പർച്ചർ ദ ഡയറക്റ്റിവിറ്റി ഈസ് ഡാഷ് ആൻഡ് ഡിഫ്രാക്ഷൻ ഈസ് ഡാഷ്. ഹോൺ ആന്റിനയിൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഡയറക്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡിഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? ഡയറക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും, ഡിഫ്രാക്ഷൻ കുറയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോൺ ആന്റിന എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ഡയറക്റ്റിവിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് ഡിഫ്രാക്ഷൻ കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോൺ ആന്റിന തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ it is used to properly match the waveguides to a large radiating aperture by shaping transition gradually. ഇത് എന്തിനാണ് മെയിൻ ആയിട്ട്? മാച്ച് ദ വേവ് ഗൈഡ് ടു എ ലാർജ് റേഡിയേറ്റിംഗ് അപ്പർച്ചർ ആയിട്ട് വേവ് ഗൈഡിനെ പ്രോപ്പർലി മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിഫ്ലക്ഷൻസ് എല്ലാം തന്നെ എന്താണ്? കുറവായിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ ആന്റിന? താഴെ തന്നിരിക്കുന്ന വേവ്സ് എല്ലാം ആന്റിനാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റിസീവ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വേവ്സ് ആണ്? മെക്കാനിക്കൽ വേവ്, മാറ്റർ വേവ്, മൈക്രോവേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ആന്റിനാസ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് വേറൊരു ആന്റിന റിസീവ് ചെയ്യുന്നതും സെയിം വേവ്സ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ആന്റിനാസ് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അത് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട്സ് എനർജി ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് എനർജി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും. അതേപോലെ സിൻക്രണൈസ്ഡ് ഓസിലേഷൻസിന്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ റിസൾട്ടഡ് ഫ്രം ദീസ് വേവ്സ്. ഈ പറയുന്ന വേവ്സിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിന്റെ സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആയിട്ടാണ് പോവുക. ഓക്കെ, വേവ്സ് പോകുന്നത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? അതിലിങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന വേവ് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് പോകുന്നുണ്ട്. ആൻഡ് ആന്റിന ട്രാൻസ്ഫോംസ് ദീസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇൻടു. ഈ ആന്റിന എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇമ്പൾസസിനെ എന്താക്കുക ചെയ്യാം? ട്രാൻസ്മിറ്റും റിസപ്ഷനും വേണ്ടിയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കുക ചെയ്യാം. നമുക്കറിയാം കറണ്ടാണ് അതിൽ കൂടെ ഒക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന വയറിൽ കൂടെ കറണ്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആന്റിന എന്ത് ചെയ്യും? അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കി മാറ്റിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് അത് ട്രാൻസ്മിറ്റും റിസീവ് ഒക്കെ ചെയ്യുന്നത്. 14th question. The ability of an antenna to focus its radiated power in a certain direction is measured by which of the following property of antenna? അതായത് ഒരു ആന്റിനയുടെ കഴിവാണ് ഒരു റേഡിയേറ്റഡ് പവറിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരെന്താണ്? ആ പ്രോപ്പർട്ടിയാണ് ഡയറക്റ്റിവിറ്റി.
അപ്പോൾ എബിലിറ്റി ഓഫ് ആൻ ആന്റിന ടു ഫോക്കസ് ഇറ്റ്സ് റേഡിയേറ്റഡ് പവർ ഇൻ എ സർട്ടൈൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ടിവിറ്റി ആണ്. ആന്റിന ഡയറക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ വെൽ ആൻ ആന്റിന കോൺസെൻട്രേറ്റ്സ് ഇറ്റ്സ് റേഡിയേഷൻ ഇൻ എ സർട്ടൈൻ ഡയറക്ഷൻ ഓർ റീജിയൻ ഓഫ് സ്പേസ്. അതായത് ആന്റിന ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നന്നായിട്ട് ആന്റിന എന്ത് ചെയ്യും, അതിന്റെ റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്നുള്ളതാണ് ഇതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്ടിവിറ്റി പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എത്രത്തോളം നന്നായിട്ട് ഡയറക്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഡയറക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡയറക്ടിവിറ്റി? വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ, ഡെസിബിൾസ്, ഓം, വാട്ട്. ഡയറക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബിൾസ് ആണ്. ഡെസിബിൾ ആണ് ഡയറക്ടിവിറ്റിയുടെ യൂണിറ്റ്. Decibels in particular allows to express a wide range of values. ഒരു wide range of values അതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം എന്താണ്? ലോഗരിതമിക് യൂണിറ്റ്സ് ആണ്, which are used to calculate the ratio of two quantities. രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനൊക്കെയാണത് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സഹായിക്കുന്നത് അല്ലെ, ഡെസിബിൾസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? അത് ഡെസിബിൾസ് ആണ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റേഡിയേഷൻ പവർ ഡെൻസിറ്റി? റേഡിയേഷൻ പവർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? അത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണോ, ഡെസിബിൾസ് ആണോ, പാസ്കൽസ് ആണോ, വാട്ട് ആണോ? വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് റേഡിയേഷൻ പവർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വിച്ച് യൂസ് ടു മെഷർ ദ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്മിഷൻ. എത്രത്തോളം എനർജി അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റേറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1 വാട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 വാട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 1 joule per second ആണ്. And when we represent power per unit area as we do in radiation power density, we use watts per meter square. നമ്മൾ പവർ പെർ യൂണിറ്റ് ഏരിയയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റേഡിയേഷൻ പവർ ഡെൻസിറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റിലേക്ക് മാറ്റും. വാട്ട് എന്ന് പറയുന്നത് പവർ അല്ലേ, മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ, അതാണ് പവർ പെർ യൂണിറ്റ് ഏരിയ, അതാണ് പവർ റേഡിയേഷൻ പവർ ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് പവറും യൂണിറ്റ് ഏരിയയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്താ? റേഡിയേഷൻ പവർ ഡെൻസിറ്റിയുടെ വാട്ട് പെർ മീറ്റർ സ്ക്വയർ. പവറിന്റെ യൂണിറ്റ് വാട്ട്, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അങ്ങനെ. Which of the following type of antenna has a directivity of 0 decibel? 0 decibel ഡയറക്ടിവിറ്റി ഉള്ള ആന്റിന ഏതാണെന്നാണ് ചോദ്യം. ഹോൺ ആന്റിന, ജനറൽ ആന്റിന, പാച്ച് ആന്റിന, ഐസോട്രോപിക് ആന്റിന. ഐസോട്രോപിക് ആന്റിനയാണ് കേട്ടോ. അതിന് 0 decibel ആണ് അതിന്റെ ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ an isotropic antenna has a directivity of 0 decibel. ഐസോട്രോപിക് ആണ്. ഒരു ഐസോട്രോപിക് ആന്റിന എന്ന് പറയുന്നത് which is a reference point for measuring the performance and directivity of other real world antenna. ഈ ഐസോട്രോപിക് ആന്റിന എന്ന് പറഞ്ഞാൽ ശരിക്കും റെഫറൻസ് ആന്റിനയാണ്. നമ്മൾ ബാക്കിയുള്ള എന്തൊരു ആന്റിന നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ആന്റിനയാണ് ഈ പറയുന്ന ഐസോട്രോപിക് ആന്റിന എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഈ സോർട്ട് ഓഫ് ആന്റിന എന്ന് പറഞ്ഞാൽ ഈ ഐസോട്രോപിക് ആന്റിന എന്ന് പറയുന്ന ഐഡിയൽ ആന്റിനയാണ്, ഐഡിയലൈസ് ചെയ്തിട്ടുള്ള ഒരു ആന്റിനയാണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ പറയാം. അപ്പോൾ ഓപ്ഷൻ ഡി 0 decibel, കാരണം ഒരിക്കലും 0 decibel ആവില്ലല്ലോ ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഐസോട്രോപിക് ആന്റിന ഐഡിയൽ ആന്റിനയാണ്. Which of the following factors influences the effective aperture? effective apertureനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഇംപിഡൻസ് മാച്ചിങ്, റേഡിയേഷൻ പവർ ഇന്റൻസിറ്റി, വേവ് ലെങ്ത്, സ്കാറ്ററിംഗ് ഏരിയ. ഏതാണ്? വേവ് ലെങ്ത് ആണ് അല്ലെ. എഫക്റ്റീവ് അപ്പർച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ വേവ് ലെങ്ത് ആണ്. ആന്റിനയുടെ എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറയുന്ന വേവ് ലെങ്ത് ഡിപെൻഡന്റ് ആണ്. ഇഫ് ഈ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എഫക്റ്റീവ് അപ്പർച്ചറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് അപ്പർച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. Which of the following shows the relationship between effective aperture and antenna gain? Effective aperture ആന്റിന ഗെയിൻ തമ്മിൽ റിലേഷൻ കാണിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആണ്? Effective aperture is inversely proportional to antenna gain. ഓപ്ഷൻ എ ആണ് കേട്ടോ. എഫക്റ്റീവ് അപ്പർച്ചറും ആന്റിന ഗെയിനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആന്റിന ഗെയിൻ കൂടുമ്പോൾ എഫക്റ്റീവ് അപ്പർച്ചർ കുറയും. എഫക്റ്റീവ് അപ്പർച്ചർ കൂടണം എന്നുണ്ടെങ്കിൽ ആന്റിന ഗെയിൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ. അപ്പോൾ എഫക്റ്റീവ് അപ്പർച്ചർ is inversely proportional to antenna. That is effective aperture increases when antenna gain decreases. Antenna gain decrease ചെയ്യുമ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തിരിച്ചു. യൂണിറ്റ് ഓഫ് എഫക്റ്റീവ് അപ്പർച്ചർ. എഫക്റ്റീവ് അപ്പർച്ചറിന്റെ യൂണിറ്റ് എന്താ? ഹെർട്സ്, ഓം, റേഡിയൻസ് പെർ സെക്കൻഡ്, മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. എഫക്റ്റീവ് അപ്പർച്ചർ നോർമലി ഇവാലുവേറ്റ് ചെയ്യുന്നത് ആന്റിനയുടെ കപ്പാസിറ്റിയാണ് ടു കളക്ട് ഇൻകമിങ് ആൻഡ് റേഡിയേറ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നതും പോകുന്നതുമായിട്ടുള്ള സാധനത്തിനെ എത്രത്തോളം നല്ല രീതിയിൽ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആന്റിനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എഫക്റ്റീവ് അപ്പർച്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്.
ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബൈ ആന്റിനയുടെ ഫിസിക്കൽ സൈസ് നോക്കും, ആന്റിനയുടെ ഷേപ്പ് നോക്കും, ആന്റിന ഡിസൈൻ നോക്കും. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എഫക്റ്റീവ് അപ്പർച്ചർ ഉണ്ടാവുക. ആൻഡ് അത് നോർമൽ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു യൂണിറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ ഗെയിൻ ഓഫ് ആൻ ആന്റിന ഓൺ ദ റേഡിയേഷൻ റെസിസ്റ്റൻസ്? റേഡിയേഷൻ റെസിസ്റ്റൻസിൽ ഗെയിൻ ഓഫ് ദ ആന്റിന എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. റേഡിയേഷൻ റെസിസ്റ്റൻസും ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ റേഡിയേഷൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആന്റിന ഗെയിൻ കൂടും. നൺ ഓഫ് ദ പോലെ കേട്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ആന്റിന ഗെയിൻ ഇൻക്രീസ് ചെയ്യും. കാരണം മോർ പവർ ഈസ് ഫോക്കസ്ഡ് ഡിസൈഡ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഒത്തിരി പവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് ആന്റിനയുടെ ഗെയിനും എന്തായിരിക്കും, കൂടും. Which of the following formula is used to calculate the bandwidth of the antenna? ഒരു ആന്റിനയുടെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ തമ്മിലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ ഡിഫറൻസ് ആണ് അല്ലെ കണ്ടുപിടിക്കാം. അല്ലെ, ഈ രണ്ട് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് F1 ഇത് F2 ആണെന്നുണ്ടെങ്കിൽ F1 - F2 F2 - F1 ചെയ്താൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി ആണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യൂണിറ്റ് ഓഫ് ഹാഫ് പവർ ബീം വിഡ്ത്ത്. ഹാഫ് പവർ ബീം വിഡ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് മീറ്റർ സ്ക്വയർ ഡെസിബൽ സ്ക്വയർ ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്. ഡിഗ്രി ആണ് ഹാഫ് പവർ ബീം വിഡ്ത്ത്. ഹാഫ് പവർ ബീം വിഡ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്ന ആന്റിനയുടെ അതൊരു മെട്രിക് is a metric that shows the directivity of a radiation pattern. ഒരു റേഡിയേഷൻ പാറ്റേണിന്റെ ഡയറക്ടിവിറ്റി കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നല്ലോണം ആന്റിന റേഡിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലോബൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ റേഡിയേഷന്റെ ഈ ഒരു ലോബില് അല്ല ഹാഫ് പവർ വരുന്നത് അല്ലെ, ഈ ഹാഫ് പവർ പോയിന്റ്സ് ഉണ്ട് സെന്ററിൽ. അതിൽ അതുപോലെ ഫുൾ പവർ ബീം വിഡ്ത്തും ഉണ്ട്. ഫുൾ പവർ ബീം വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് അത് ഫുൾ ആയിട്ടുള്ള എടുത്ത് ഈ സെന്റർ എന്ന് ഇത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ബീമാണ്, അതാണ് മെയിൻ ലോബ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, സിഗ്നൽ പവർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ പീക്ക് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ ഈ ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സെന്റർ പകുതി വരുന്നതാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഫുൾ പവർ ബീം വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിട്ട് എടുക്കും. അപ്പൊ ഇത്രയും ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഇത്രയും ഭാഗമാണ് ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള ഭാഗം എന്താവും, ഫുൾ പവർ ബീം വിഡ്ത്തും ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള ഭാഗം ഹാഫ് പവർ ബീം വിഡ്ത്തും ആയിരിക്കും. ഇവിടെ സിഗ്നൽ പവർ എന്ന് പറയുന്നത് പീക്ക് വാല്യൂവിന്റെ ഹാഫ് ആയിട്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് പൊതുവെ എന്ത് യൂണിറ്റിലാണ് പറയാം, ഡിഗ്രിയിലാണ് പറയാം. ഇത്ര ഡിഗ്രിയാണ്, ഇത് ഇത്ര ഡിഗ്രി ആണെന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ആംഗുലർ വിഡ്ത്ത് ബിറ്റ്വീൻ 2 points ഓൺ ദ റേഡിയേഷൻ പാറ്റേൺ. ഈ റേഡിയേഷൻ പാറ്റേൺ എടുക്കുന്ന സമയത്ത് അതിൽ 2 പോയിന്റ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ വിഡ്ത്ത് ആണ്. ആൻഡ് ഈ ആംഗിൾ നമ്മൾ സാധാരണ ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, നിങ്ങളുടെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നല്ലോണം റേഡിയേഷൻ വരും, അത് ഇങ്ങനെ വരും. അതാണ് മെയിൻ ലോബ് എന്ന് പറയുന്നത്. പിന്നെ സൈഡ് ലോബും അതുപോലെ മൈനർ ലോബൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ നിങ്ങൾ ഹാഫ് പവർ ബീം വിഡ്ത്തും ഫുൾ പവർ ബീം വിഡ്ത്തും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു ദ ഫ്രീക്വൻസി വേർ an antenna exhibits its maximum efficiency and radiation performance. ആ ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. Resonant frequency refers to the frequency at which an antenna exhibits its maximum efficiency and radiation performance. അപ്പോൾ resonant frequency ആണ് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ആന്റിന അതിന്റെ മാക്സിമം എഫിഷ്യൻസി കാണിക്കും, മാക്സിമം റേഡിയേഷൻ പെർഫോമൻസും കാണിക്കും. ആന്റിന റെസ്പോൺസ് ഒപ്റ്റിമലി ഇൻ ടേംസ് ഓഫ്, ആന്റിന ഒപ്റ്റിമലി റെസ്പോണ്ട് ചെയ്യുന്ന ഭാഗങ്ങൾ പറയുന്നത് റേഡിയേഷൻ എഫിഷ്യൻസി, ഗെയിൻ, ഇംപീഡൻസ് മാച്ചിങ് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത് മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. ഒപ്റ്റിമലി ആന്റിന റെസ്പോണ്ട് ചെയ്യുന്നത്. Which of the following is true about യാഗിയുടെ ആന്റിന? യാഗിയുടെ ആന്റിനയിൽ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? യാഗിയുടെ ആന്റിന ഹൈലി ഡയറക്ഷനിലാണ്, അത് നോൺ ഡയറക്ഷനിലാണ്, അത് ഒമ്നി ഡയറക്ഷനിലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഡയറക്ടിവിറ്റി കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അപ്പോൾ യാഗിയുടെ ആന്റിന ഈസ് ഹൈലി ഡയറക്ഷണൽ. യാഗിയുടെ ആന്റിന ഈസ് എ ഹൈലി ഡയറക്ഷണൽ ആന്റിനയാണ്. അതിനർത്ഥം റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യാഗിയുടെ ആന്റിന എന്ന് പറയുന്നത് ഒത്തിരി കോമ്പണൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അതൊരു പെർട്ടിക്കുലർ പാറ്റേണിൽ നമ്മൾ വെച്ചിട്ടുണ്ടാവും. മെറ്റൽ റോഡ്സ് അല്ലെങ്കിൽ വയേഴ്സ് ഒക്കെ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഈ ബൂം അല്ലെങ്കിൽ മാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ബൂമൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്താണ് യാഗിയുടെ ആന്റിനയിൽ ഓരോ കോമ്പണന്റ് നമ്മൾ പറഞ്ഞാലേ. അപ്പോൾ
യാഗിയുടെ ആന്റിന എന്ന് പറയുന്നത് ഹൈലി ഡയറക്ഷനാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എലമെന്റ്സും അതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മാരത്തോണിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ പഠിക്കുക, റിവൈസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല. നമ്മൾ ഇനി പുതിയത് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. താങ്ക് യു.